അങ്ങനെ തിരുവല്ലയിൽ നിന്ന് നേരെ കൊച്ചിയിലെ പെൻഡാമേനകയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നേരെ നല്ല വിശപ്പടിച്ചു. നമ്മൾ നേരെ പോയത് നമ്മുടെ കൊച്ചി നഗരസഭയുടെ ക്യാൻറ്റീനിലേക്കാണ്. അവിടെ പൊതുജനങ്ങൾക്കും പ്രവേശനം ഉള്ളതാണ്. കാര്യം പൊതുജനങ്ങൾക്ക് 50 രൂപയ്ക്ക് ഊണാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് 30 രൂപയ്ക്കാണ് ഊണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടെ ആദ്യം ഓർഡർ ചെയ്തത് നമ്മുടെ ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഒരു വലിയ ചിക്കൻ പീസ് ഉൾപ്പെടെ വരുന്ന ഒരു ചിക്കൻ ബിരിയാണി. ആ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു മുട്ട വറുത്തോട് വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഞാൻ മുട്ട വറുത്തത് ആ ബിരിയാണിയും കൂട്ടി ഒരു പിടി പിടിച്ചു. എൻ്റെ പൊന്നും അന്യായ സംഭവം. എൻ്റെ കാര്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ആ ഒരു വലിയൊരു ചിക്കൻ പീസും ആ സ്പൈസി ആയിട്ടുള്ള റൈസർ കൂട്ടി ആ ബിരിയാണി നല്ല വയറ് നിറയെ കഴിച്ചു. എന്നാൽ എൻ്റെ വിശപ്പിന് യാതൊരു കുറവില്ല. എന്നാൽ പിന്നെ അവരുടെ ഒരു ഊണൂടെ പരീക്ഷിക്കാൻ തിരിച്ചു. അങ്ങനെ ഒരു ഊണും പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി നമുക്കൊരു ഊണൂടെ കൊണ്ടു തന്നു. ആ ഊണിൻ്റെ കൂട്ടത്തിൽ ഒരു അയില വറുത്തുകൂടെ പറഞ്ഞു. എന്നാലും സാമാന്യം കുഴപ്പമില്ലാത്ത 50 രൂപയുടെ ഊണല്ലേ. അത് 3 കൂട്ടം കറിയും അച്ചാർ ഉൾപ്പെടെയുള്ളൊരു ഊണ്. അതിനകത്ത് മീൻചാറുണ്ട്, നമുക്ക് സാമ്പാർ ഒഴിക്കാം, പുളിശ്ശേരിയുമുണ്ട്. അങ്ങനെ ഞാൻ മീൻചാറും സാമ്പാറും ഒഴിച്ച് ആ ഒരു ഊണ് അത് നല്ല സൂപ്പർ സംഭവം തന്നെയായിരുന്നു. നല്ല വിശപ്പായതിനാൽ ആ ഒരു പ്ലേറ്റ് ഊണ് മൊത്തം ഞാൻ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ വരുന്ന അല്ലെങ്കിൽ പെൻഡാമേന ഭാഗത്ത് വരുന്ന ആൾക്കാർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ആഹാരം കഴിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എത്താവുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കൊച്ചി നഗരസഭയിലുള്ള ക്യാൻറ്റീൻ. അവിടെ ഊണ്, ബിരിയാണി എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഒരു ബിരിയാണി, ഒരു മുട്ട വറുത്തത്, ഒരു ഊണ്, ഒരു മീൻ വറുത്തത്. എൻ്റെ ആഹാരം കഴിപ്പ് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അവർ എൻ്റെ കയ്യിൽ നിന്ന് 200 രൂപ വാങ്ങിയിട്ടുള്ളൂ.